കടൽമണൽ ഖനനം ചെയ്യാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരപ്രഖ്യാപന കൺവെൻഷൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച ഏപ്രിൽ 21 മുതൽ 30 വരെ യുഡിഎഫിന്റെ നേതൃത്വത്തിൽ തീരദേശ യാത്ര നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ്. ഖനനത്തിനെതിരെ എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ സമരപ്രഖ്യാപന കൺവെൻഷൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യമായും സാമ്പത്തികമായും പാരിസ്ഥിതികമായും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തെ അപകട മേഖലയിലേക്കാക്കുന്ന ഒരു തീരുമാനമാണ് കേന്ദ്ര ഗവൺമെന്റ് കടൽ മണൽ ഖനനം നടത്താനുള്ള തീരുമാനത്തിലൂടെ എടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഇതിന്റെ ടെൻഡർ പ്രഖ്യാപിച്ചു. അതിൽ 300 ദശലക്ഷം ടൺ കടൽ മണൽ ഖനനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെൻഡറാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ കൊല്ലത്തിന്റെ അടുത്തുള്ള തീരപ്രദേശത്താണ്. 242 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്താണ് കൊല്ലത്ത് ആദ്യം ചെയ്തിരിക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് ചാവക്കാടേക്കും പൊന്നാനിയിലേക്കും ബാക്കിയുള്ള കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലേക്കൊക്കെ പോകും. ഇവര് ഈ ഒരു ദശലക്ഷം ടൺ 300 ദശലക്ഷം ടൺ മണൽ എടുക്കുമ്പോൾ 1 ദശലക്ഷം ടൺ മണലിന്റെ വില 4700 കോടി രൂപ. 1 ദശലക്ഷം മണലിന്. കടൽമണൽ ഖനനത്തിനുള്ള കേന്ദ്ര തീരുമാനത്തിന് സംസ്ഥാന സർക്കാർ എതിരാണോ എന്ന് വ്യക്തമാക്കണമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷ നിർബന്ധത്തിന് വഴങ്ങിയാണ് സംസ്ഥാന സർക്കാർ പ്രമേയം പാസാക്കിയത്. എന്നാൽ കേന്ദ്ര ഖനന മന്ത്രാലയം റോഡ് ഷോ നടത്തിയതിന് പണം നൽകിയത് സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമാണ്. റോയൽറ്റി കിട്ടാത്തതിലുള്ള എതിർപ്പാണോ അതോ ഖനനത്തിന് സംസ്ഥാന സർക്കാർ എതിരാണോ എന്ന് വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കേരളത്തെ ഗൗരവമായി ബാധിക്കുന്ന നടപടിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ ഏപ്രിൽ 21 മുതൽ 30 വരെ യുഡിഎഫിന്റെ നേതൃത്വത്തിൽ തീരദേശയാത്ര നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വി.പി. സജീന്ദ്രൻ, കെ.പി. ധനപാലൻ, എം.പി. ഹൈബീഡൻ, മുഹമ്മദ് ഷിയാസ്, എം.എൽ.എ. കെ. ബാബു, ഡൊമിനിക് പ്രസന്റേഷൻ, എൻ. വേണുഗോപാൽ, അജയ് തറയിൽ, എം.എൽ.എ. അൻവർ സാദത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മേഖലകളിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിതം പന്താടാനുള്ള തീരുമാനവുമായിട്ടാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വഴിവെട്ടി മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിൽ നമ്മുടെ പ്രകൃതിയെ യാതൊരു മര്യാദയുമില്ലാതെ ചൂഷണം ചെയ്ത് ധനസമ്പാദനത്തിനുള്ള മാർഗമാക്കി അതിനെ മാറ്റി ഒരു നാടിന്റെ എല്ലാ സന്തുലിതാവസ്ഥയെയും നഷ്ടപ്പെടുത്താൻ ഭരണകൂടങ്ങൾക്ക് കഴിയുന്നത്? രാജ്യത്തിനോട് പ്രതിബദ്ധതയുള്ള, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു ഭരണാധികാരിക്കും തോന്നാത്ത ചിന്തകളും പ്രവൃത്തിയുമാണ് നരേന്ദ്രമോദിയുടെ